ജപ്പാനിലെ ചിൽഡ്രൻസ് ഡേക്ക് ഉപയോഗിക്കുന്ന കോയിനോബോരി എന്ന് പറയുന്ന ഫ്ലാഗ് ആണിത്. ഈ കോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാപ്പനീസ് കാർഫിഷ് ആണ്. ഈ ഫിഷിന് ഒഴുക്കിന് എതിരെ നീന്താൻ പറ്റും. ഈ ഒരു കഴിവിനെ കുട്ടികൾക്ക് വെല്ലുവിളികളെ മറികടക്കാനുള്ള കഴിവായിട്ടും അതുപോലെ തന്നെ പ്രതിരോധ ശേഷിയൊക്കെ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ ഫ്ലാഗിനകത്തുള്ള കറുപ്പ് കളറുള്ള മീന് അച്ഛനായിട്ടും റെഡ് അല്ലെങ്കിൽ പിങ്ക് കളറുള്ളതിനെ അമ്മയായിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ബാക്കി കളർഫുൾ മീനുകളൊക്കെ കുട്ടികളാണ്. ഈ ഫെസ്റ്റിവലിന് ഇതുപോലെ പുഴയുടെ മുകളിലോ പാർക്കിന്റെ മുകളിലോ ഒക്കെ ഒരുപാട് ഫ്ലാഗുകൾ ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടുണ്ടായിരിക്കും. ചിൽഡ്രൻസ് ഡേക്ക് ഡിസ്പ്ലേക്ക് വെക്കുന്ന കബൂത്തോ എന്ന് പറയുന്ന ഒരു ഹെൽമെറ്റ് ആണ് ഈ കാണുന്നത്. ജപ്പാനിലെ ചിൽഡ്രൻസ് ഡേ എന്ന് പറയുന്നത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേണ്ടിയിട്ടാണ്. എങ്കിൽ പോലും ഇത് ബോയ്സ് ഫെസ്റ്റിവൽ മാത്രമായിട്ടാണ് ജപ്പാൻകാർ ആഘോഷിക്കുന്നത്. പെൺകുട്ടികൾക്ക് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഗേൾസ് ഡേ എന്ന് പറഞ്ഞിട്ട് മാർച്ച് 3 ഒരു ദിവസമുണ്ട്. അപ്പൊ ആ ദിവസം ഗേൾസ് ഡേ ആയിട്ട് ആഘോഷിക്കും. ചിൽഡ്രൻസ് ഡേ എന്ന് പറയുന്ന മെയ് 5 സാധാരണയായിട്ട് ബോയ്സ് ഡേ ആയിട്ടാണ് ആഘോഷിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കബൂത്തോ എന്ന് പറയുന്ന ഹെൽമെറ്റ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. അത്യാവശ്യം നല്ല വില കൂടുതലാണ് ഈ ഹെൽമെറ്റിനൊക്കെ. വില കുറഞ്ഞ ടൈപ്പും ഉണ്ട്. ചിലതൊക്കെ മിനിയേച്ചർ പോലത്തെ ഹെൽമെറ്റ് ആണ്. അപ്പൊ അതിന് അത്യാവശ്യം കുറച്ച് വിലക്കുറവായിരിക്കും. ഇപ്പൊ കുറച്ച് ട്രെൻഡിങ് ഒക്കെ ആയിട്ട് തലയിൽ വെച്ചിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന അത്രയധികം വലിപ്പത്തിലുള്ള ഹെൽമെറ്റ് ഒക്കെ അവൈലബിൾ ആണ്. ഒരു തവണ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കത് അടുത്ത വർഷമൊക്കെ റീയൂസ് ചെയ്യാൻ പറ്റും. ബോയ്സ് ഡേയിൽ ഈ ഒരു ഹെൽമെറ്റ് കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു ടൂൾ ആയിട്ടാണ് ജപ്പാൻകാർ വിശ്വസിക്കുന്നത്. ഇതിനകത്ത് തന്നെ ഫേസ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ തല പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നെക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓരോ ഭാഗങ്ങളൊക്കെ ഈ ഹെൽമെറ്റിനകത്തുണ്ട്. അത് ഓരോ വിശ്വാസങ്ങളൊക്കെയാണ് അവരുടെ. നമുക്ക് ഇതിനകത്ത് 1,00,000 yen വരെയൊക്കെ വരുന്ന ഹെൽമെറ്റുകൾ കാണാൻ പറ്റും. പല ഡിസൈനിലും കളറിലൊക്കെ ആയിട്ടാണ്. എങ്കിലും ഇതിന്റെ തീം ഒക്കെ ഒരുപോലെയായിരിക്കും.